മീനിനെ പിടിച്ചാലേ ഇപ്പൊ പരിപാടി എടുക്കുള്ളൂ കേട്ടോ. ആ നാളെ എന്തായാലും മീൻ പിടിക്കാം. നാളെ അല്ല, ഇപ്പൊ വലയിടണം. എന്നാ ഇപ്പൊ വലയിട്ട് വെച്ചിട്ട് നാളത്തേക്ക്. ഒരു മണിക്കൂറിന്റെ അടുത്തായി ഇങ്ങനെ സ്ഥലം സെറ്റായോ? നല്ല അടിപൊളി. ഇവിടെ തന്നെ നമുക്ക് ഭയങ്കര കൊതുകും കൊതുകുണ്ട്, അട്ടയുണ്ട്. പിന്നെ അത് മാത്രമല്ല ഭയങ്കര കാടാണ്. നീ വണ്ടി എവിടെ വെച്ച്? വണ്ടി അങ്ങ് മറ്റേ പുഴക്കരയില്ല, പുഴക്കരന്റെ സൈഡിൽ വെച്ചിട്ട് ആ കാട്ടിലോട്ട് തന്നെ നടന്ന് കയറി. ഭയങ്കര കൊതുക്. നീ എന്താ അവിടെ ഇരിക്കണേ? ഞാൻ ഇങ്ങനെ പ്രകൃതി ഭംഗി കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. ഞാൻ കുളിക്കേണ്ട പരിപാടിയാ. അതെ. ഇവിടെ മുതല ചീങ്കണ്ണി ഉണ്ടാവും. ചീങ്കണ്ണി ഉണ്ടോ? ഡാമിൽ നിന്ന് വരുന്ന വെള്ളല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ അത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമല്ല, ശ്രദ്ധിച്ചാ മതി. നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയല്ലോ. സെറ്റാക്കാം. എടാ ഇതിലൊക്കെ എന്തൊക്കെയാ കയറി ഇറങ്ങുന്ന സ്ഥലം ഉണ്ടല്ലോ. അതെ, പന്നിയായിരിക്കും അല്ലേ? ഈ സൈഡിൽ കൂടെ കണ്ട പന്നി തന്നെ. പന്നിയല്ലേ? ഞാൻ ആദ്യം ഇവിടെ വന്ന് നിന്നിട്ടേ അപ്പൊ കണ്ട അത് പന്നീന്റെ കാൽപ്പാടാണല്ലേ അല്ലേ? ഇങ്ങനെ അപ്പൊ പന്നി, ചീങ്കണ്ണി ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളെ പ്രേക്ഷകരോട് നമസ്കാരം പറയും. നമസ്കാരം. എന്തൊക്കെ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മഴക്കാരന് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു പുഴയിലാണ്. പിന്നെ പുഴയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാ? ശബ്ദങ്ങളൊക്കെ കേൾക്കും. പിന്നെ ചീങ്കണ്ണിയൊക്കെ ഉള്ള ഒരു പുഴയാണ്. അതായത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. പിന്നെ മൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മൃഗങ്ങളല്ല, പന്നി, കാട്ടാട്, അങ്ങനെയൊക്കെ ഉള്ള വലിയ മൃഗങ്ങളില്ലാണ്ട് മറ്റു വലിയ മൃഗങ്ങളൊക്കെ വരും ഇങ്ങോട്ട്. ഇത് കാണുന്നില്ലേ ഇവിടെ? എന്താ അതാ പറഞ്ഞ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. കുറുക്കന്മാറാ എന്താ ഇവിടുന്ന്? അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഫിഷിങ്ങും ക്യാമ്പിങ്ങും എല്ലാം ചെയ്ത് എൻജോയ് ചെയ്യാൻ പോണ്. ഫുൾ അഡ്വഞ്ചർ 2 ദിവസം ഞങ്ങൾ ഇവിടെ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലത്ത് പോകും അല്ലേ? അത് കഴിഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് വേറെ സ്ഥലത്തേക്ക്. അപ്പോൾ ബാക്കി പരിപാടി നോക്കിയാലോ? ഓക്കെ, ഞാൻ ഇവിടെ തന്നെ സെറ്റ് ആക്കട്ടെ. ഞാൻ അവിടെ ഹാമ് കെട്ടാന്നിരിക്കുന്നത് ആ 2 മരത്തില്. അങ്ങനെ അല്ലേ? ഈ പോയിന്റ് അടുത്ത് തന്നെ ഇരിക്കാം, വേറെ ദൂരെ പോകണ്ട. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇരുട്ടാണതിന് മുമ്പ് ടെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയാൽ മുമ്പേ പെട്ടെന്ന് സെറ്റ് ആക്കട്ടെ. വിറകും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റ്. ഓക്കെ എന്നാ ഞാൻ റെഡി ആക്കട്ടെ. ഫുൾ അഡ്വഞ്ചർ ആക്കണം കേട്ടോ, അടിച്ച് പൊളിക്കണം. ഓക്കെ. അതെ, അപ്പൊ ഞാനും ഒന്നപ്പോട്ടെ. നിന്റെ അടുത്ത് വലിയ കത്തി ഉണ്ടോടാ? കത്തി എൻ്റെ അടുത്ത് കത്തി എടുത്തില്ല. അയ്യോ, മഴ പെയ്യൂടാ. വേഗം ടെൻറ്റ് സെറ്റാക്കണം. ടെൻറ്റ് എടാ ഇതുകൊണ്ട് പറ്റടാ. കത്തി ഒഴിഞ്ഞാ ഒന്നുണ്ടാ? ഇതുകൊണ്ട് പറ്റില്ല, ഇത് മരം മുറിക്കാനേ പറ്റൂ. ഇങ്ങോട്ടോ. അയ്യോ, വെള്ളത്തിൽ പോയി. മുതലന്റെ തലയില് എടുക്ക പോവില്ല. എവിടെടാ? ഇവിടെ കാണുന്നുമില്ല. എന്താ ഗ്ലാസ്? ഒരു ഗ്ലാസ് കിട്ടിയടാ. ഓ, ഇരിക്കട്ടല്ലേ?
കള്ളുടിക്കാൻ കൊണ്ടുവന്നിട്ടായിരിക്കും അല്ലേ? കുറെ പഴക്കണ്ടെന്നാലും. ഇത് നമ്മൾ കഴിഞ്ഞൊരു മഴക്കാലത്ത് ഉണ്ടാക്കിയൊരു സംഭവം കേട്ടോ. നമ്മൾ ഈ ക്യാമ്പിങ്ങിന് നമ്മൾ ഈ മഴ പെയ്യാതെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഉപയോഗിച്ചിട്ട് കുറേ ആയി. നമുക്കെന്തായാലും ഇന്നിവിടെ സെറ്റാക്കാം അല്ലേ? നല്ല മഴക്കോളും വരുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് മറന്നും പോയി, കുറേ ആയില്ലേ. നമുക്ക് ഈ സൈഡിലോട്ട് ഇങ്ങനെ തിരിച്ചു വെക്കാം. എന്താ വെച്ചാൽ ഇങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് സ്പേസ് ഇല്ല. തീ കത്തിക്കണമെങ്കിലൊക്കെ ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ പണി ഏകദേശമൊക്കെ സെറ്റായി. നമ്മളെ മായക്കാരൻ്റെ അവിടെ ഹാമക്കും ഷീറ്റൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇരുട്ടാവണതിന് മുമ്പേ കുറച്ച് വിറക് ഒപ്പിക്കണം, വല ഇടണം, മീനിനെ പിടിക്കണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. എന്തായാലും അതും കൂടി ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ, എന്നാലേ ഒന്ന് ഫ്രീ ആവുള്ളൂ. എൻ്റെ അമ്മേ, ഇനി നമുക്ക് കുറച്ച് വിറക് എടുത്തുകൊണ്ട് വരാം കേട്ടോ, ഇരുട്ടാണതിന് മുമ്പേ. എന്നിട്ട് വേണം വലയൊക്കെ ഇടാൻ, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. വിറക് കിട്ടിയില്ലെങ്കിൽ ആകെ വിടുകയും ചെയ്യും. എന്തായി, സെറ്റായാ? അപ്പുറത്തെ സൈഡ് സെറ്റായില്ലേ? ഓ ആ, ഇതിപ്പോ സെറ്റായി. നനയില്ലല്ലോ. ഏയ്, ഒരാളല്ലേ ഉള്ളൂ. പിന്നെ ഞാനോ? അല്ല, നിങ്ങൾ അവിടെ അല്ലേ? ആ, അല്ല, ഒരാളല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ പോയി കുറച്ച് വിറക് എടുക്കട്ടെ. ഓക്കെ, ഞാൻ വരാം. എന്നാ വാ. നിന്റെ പരിപാടി കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞ് സെറ്റാക്കി. നീ വിറകെടുത്ത് തീ ചുട്ട് ഇന്ന് കുളിക്കണം എന്നുണ്ട്. സെറ്റൊക്കെ വലയിടണ്ടേ മീൻ പിടിക്കാനുള്ള? എന്നാ വാ. അത് പച്ചടാ. മുള്ള അങ്ങനെ വിട്ടില്ല, മുള്ള്. ഞാൻ വേറെ എവിടെ ഉണ്ടോ നോക്കട്ടെ. എവിടെയൊക്കെ ഉണ്ട്, പക്ഷെ മുള്ളടാ.
എടാ ഈ മേളിന്ന് എന്താ വരുന്ന വഴിയാണല്ലോ അത്. ഈ സൈഡ് പന്നി തന്നെ ആയിരിക്കും അല്ലേ? പന്നി തന്നെ ആയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്തോളാ, തീ കത്തിച്ചിട്ട് ആ ചിക്കൻ അങ്ങ് ചുട്ടാലോ. എന്നിട്ട് തീ കത്തിച്ച് വെച്ചിട്ട് കനലാകുമ്പോഴത്തേക്ക് നമുക്ക് ആ വലയും കിടാം. അല്ലേ? എവിടെ കത്തിക്കും? ഇവിടെ സെന്ററിൽ കത്തിക്കാം. ഓക്കെ. ഞാൻ വിറക് എടുക്കട്ടെ? ലൈറ്റ് കാണും. അപ്പോൾ നമ്മുടെ തീയൊക്കെ ഏകദേശം കത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ ഉണ്ട്, അത് കഴുകി വൃത്തിയാക്കി ഗ്രില്ലിൽ വെച്ച് സെറ്റാക്കണം. എന്നിട്ട് മീനിന് വലയിടണം. അതാണ് ഇപ്പോൾ ഒരു പണി. എടാ, മീനിന് വലയിടണ്ടേ? അതെ. എന്തായാലും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കട്ടെ കേട്ടോ. നമ്മൾ 2 ലെഗ് പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫിഷിംഗ് ആണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇത്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം 2 എണ്ണം കൊണ്ടുവന്നേ ഉള്ളൂ. എന്താ വെച്ചാൽ മീൻ കിട്ടുമോ ഇല്ല എന്നുള്ളത് കറക്റ്റ് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും 2 ദിവസം നമ്മളിവിടെ ഉണ്ട്. ഇന്ന് രാത്രിത്തേക്ക് നമുക്ക് ഇതാണ്. അപ്പോൾ എന്തായാലും ഇത് കഴുകി തീ റെഡിയായി. നമുക്ക് എന്തായാലും ഗ്രില്ല് റെഡിയാക്കണം. എന്തായാലും ഇത് കഴുകട്ടെ. ഇങ്ങോട്ടൊക്കെ ഇറങ്ങാനാണ് ഒരു പ്രശ്നം. ഇരുട്ടായടാ, ഇരുട്ടായി തുടങ്ങി. ഞാൻ ഈ ചിക്കനൊന്ന് കഴുകട്ടെ കേട്ടോ. കത്തി എടുക്കട്ടെ. ആ, ഇതുവരെ ഇതൊന്ന് പിടി. ഇതിനുള്ളിൽ നിറച്ച് വെള്ളം കയറിയ ഷൂവിൻ്റെ. പുല്ല് മാത്രമേ ഉള്ളൂ, ഇവിടെ മണ്ണില്ല. അപ്പടം താണുപോയി. നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ഇങ്ങോട്ട് വെക്കാം അല്ലേ? നമ്മളെ കത്തിയോ? കത്തി വിടും. ആ കത്തിയൊന്നുണ്ട്. ഇതിനൊരു വര ഇടട്ടെ ചിക്കന്. നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഉപ്പും മാത്രം ഇട്ടിട്ട് ചൂടാനുള്ള പരിപാടിയാണ്. വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. ഭയങ്കര ദാഹം. വെള്ളം കുടിക്കാം. ദാഹം. ആഹാ, വെള്ളം കുടിച്ചോ? ഇതൊന്ന് പിടി കാല്. കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് ഇത് കൂടി ഒഴിക്കണം. എന്താ അറിയോ, മറ്റേ വെളിച്ചെണ്ണ. അങ്ങനെ പോരെ? RKG അല്ലേ വെളിച്ചെണ്ണ? വെളിച്ചെണ്ണ RKG ആണോ വേണ്ടിയിരുന്നേ? RKG നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന്
മീനിനെ പിടിച്ചാലേ ഇപ്പൊ പരിപാടി നടക്കുള്ളൂ കേട്ടോ. ആ നാളെ എന്തായാലും മീൻ പിടിക്കാം. നാളെ അല്ല, ഇപ്പൊ വലയിടണം. അന്നേ ഇപ്പം വലയിട്ട് വെച്ചിട്ട് നാളത്തേക്ക് രാത്രി കിട്ടിയ ചുട്ടൂടാ. ആ ഏ ഏ അതെ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി. ചിക്കൻ റെഡി. തീ ഇത് വാഷ് ചെയ്തതാ? ആ അത് കുഴപ്പമില്ല, ഒന്നുമില്ല. അത് തുരുമ്പാണിത്. തുരുമ്പാ? തുരുമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ എങ്ങനെയാ? തുടച്ചുകൂടായിരുന്നു. പോവില്ല അത് അങ്ങനെ തന്നെ. തീ കത്തിച്ചിട്ടേ, തീ കത്തിക്കല്ലേ നമ്മൾ, കത്തിച്ച് കറുത്തു. അച്ചോ പോയി. സാറിലിരിക്കി, കുഴപ്പമില്ല. എന്നാ എൻ്റെ കണ്ണിലേക്ക് പോകാം. സാറില്ല, ഇല്ലല്ല. എന്ത് ചെയ്യാനാ, കളയാൻ പറ്റില്ലല്ലോ. അല്ല വാഷ് ചെയ്യണോ? വേണ്ട, മണ്ണിലേക്കല്ല വീണത്. എന്നാ പിടി, മണ്ണിലേക്കല്ലാത്തോണ്ടേ. ഞാൻ വെക്കണോ? അല്ല വേണ്ട, വെച്ചോ. കയ്യിൽ നിന്ന് തെറിച്ചു പോവോ? ഇല്ല വേറെ ഇല്ലേ? വെച്ചോ. പട്ടിണി ഞാൻ പറ്റില്ല. പിടിച്ചോട്ടോ, ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകട്ടെ. എന്നിട്ട് തീ അഡ്ജസ്റ്റ് ചെയ്ത് കത്തിച്ചോ. അതെവിടെയെങ്കിലും തൂക്കിയിടുന്ന തൽക്കാലം, തീ കത്തിക്കുന്നവരെ. മതിലടാ? മതി. ഇനി വെച്ചോക്ക്. സെറ്റായോ? പുകച്ചിക്കനാവില്ലല്ലോ. പണ്ട് ഞാനും ആശാനും ചുട്ട മതി. ഇതിനും വെള്ളു രണ്ട് സൈഡും വെക്കണം. അല്ല ഇത് ഇപ്പോൾ കറക്റ്റ് ഇങ്ങനെ. അപ്പം നീ തിരിച്ചു വെക്കണ്ടേ? കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാലോ. ഇതിപ്പോൾ പുകച്ചിക്കനാവോ? പുക മാറ്റി. അല്ല, കമ്പ് കിടന്നോട്ടാ. ഇടയ്ക്കൊരു കത്തലങ്ങ് കത്തിക്കോട്ടെ. ഓഹ് അങ്ങനെ കേട്ടല്ലേ. ഈ ചുറ്റുക അങ്ങോട്ട് വെച്ചോ. ഇതാ പോണ്ടേ? അതെ, സമയമായി. ഞാൻ ഈ ഷൂസ് കഴിച്ചിട്ട് ചെരുപ്പിട്ടായിരുന്നു. നമുക്ക് മീനിനെ പെട്ടാലേ രാവിലത്തേക്ക് എന്തായാലും കുടുങ്ങും. അതെ, വെറുതെ ട്രൈ ചെയ്ത് നോക്കാം. എന്നാൽ നാളത്തെ ദിവസം കുശാലായില്ലേ? അതെ, ഭയങ്കര പുകല്ലേ. നീ കത്തി വെച്ചോ. പിന്നെ ഇതിന് 2 വല ഉണ്ട്, 2 ഇടാം അല്ലേ? അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ചിക്കൻ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വലയിട്ട് മീനിനെ കിട്ടുമോ നോക്കാം അല്ലേ? റാംബോ നോക്കിറങ്ങട്ടോ. ചെളിയുണ്ടോ അവിടെ? നോക്കട്ടാ. ഈച്ചയാണത്, കൊതുകോ? ഇവിടെ കുഴിയുണ്ടോടാ? ഇവിടെ ഇത് പിടി, ടോർച്ച് പിടി. നീന്താൻ അറിയണതിൻ്റെ അല്ല, ടോർച്ചൊക്കെ അടിപൊളി. അതാ ഒരു ബോളതാ പോണു. ഇതെന്താ ബോളൊക്കെ പോണേ? കല്ല് വെച്ചിട്ട് ഇവിടെ ഒഴുക്ക് കൂടുതലായതുകൊണ്ട്
ഉള്ള പ്രശ്നമാണിത്. ഭയങ്കര ഒഴുക്ക്. ഇപ്പം ഞങ്ങളുടെ ഈ വല ആകെ കെട്ടുപിടിങ്ങി ആകെ നശകുശിയായി. ഇനി ഇത് രാവിലെ നമുക്ക് ശരിയാക്കാം. പൊങ്ങി കിടക്കാണ്. ഇതില് എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് ഒന്ന് താത്തി പിടിക്കണം. അല്ല, ഇനി വെയിറ്റ് വെച്ച് താത്തി പിടിക്കുമ്പോൾ ഈ ചപ്പും ചമ്മലൊക്കെ വന്ന് പ്രശ്നമാവോ? ഏയ്, അത് ചെറിയ ചെറിയ ക്യാപ്പ് വെച്ച് കൊടുക്കാം നമുക്ക്. ഇതിലിപ്പോൾ മീന് ഇതിലല്ലേ കുടുങ്ങുക. അപ്പോൾ ആ കുടുങ്ങുന്ന മീനും കുടുങ്ങട്ടെ, ഇത് താത്തി വെക്കാം. അപ്പോൾ നമ്മുടെ വല സക്സസ് ആയിട്ടില്ല. നമുക്ക് നാളെ എന്തായാലും നല്ല സെറ്റപ്പിൽ ചെയ്യണം. ഇന്നിപ്പോൾ വലിയ വല കെട്ടുപിടിങ്ങി, അതൊരു നിരാശയായിപ്പോയി. സാറില്ല, ചെറിയ വല വെറുതെ ഇട്ടിട്ടുണ്ട്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി. നമ്മുടെ ചിക്കൻ എന്തായി? സെറ്റായില്ലോ. ചിക്കൻ സെറ്റായടാ. നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നോക്കട്ടെ. ഓ, അപ്പോൾ നമ്മുടെ ചായ റെഡിയായി, ചിക്കൻ റെഡിയായി, എല്ലാം റെഡിയായി. ചായ റെഡി കേട്ടോ. ഓ, എല്ലാം റെഡി. ഇനി ചിക്കൻ ഒന്ന് പുക കയറ്റിയാൽ റെഡി. ചിക്കൻ റെഡി, കട്ടൻ ചായ റെഡി, എല്ലാം റെഡി ആയില്ല. ഓ, ആ മീൻ കിട്ടാത്തൊരു വിഷമേ ഉള്ളൂ. സാറില്ല, മീൻ നമുക്ക് രാവിലെ പിടിക്കാം അല്ലേ? എന്തായാലും നമുക്ക് 2 ദിവസം ഇവിടെ വെക്കുകയല്ലേ? അതെ. ചായ വയ്ക്കട്ടെ? ആ, എൻ്റെ കപ്പ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ. ആ, ഓക്കെ. എന്നിട്ട് ഇങ്ങനെ കുടല് കത്തുകയാണ്. ഇന്നെടുത്തോ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഓഹോ ഹോ, എങ്ങനെയുണ്ട്? സംഭവം സെറ്റടാ. ഓ അല്ലേ? ചൂടുണ്ട്. പൊളിച്ചില്ലേ? പക്ഷെ നമുക്ക് മീൻ കിട്ടിയില്ലടാ. മീൻ കിട്ടിയില്ല. കുഴപ്പമില്ല, അതിലും ഇന്ന് മീൻ ആവശ്യമില്ലല്ലോ. രാവിലത്തേക്ക് നാളെ ഫുള്ള് കിടക്കല്ല, ഇറങ്ങി അടിക്കാം മീനിന്. വിത്തൗട്ട് കേട്ടോ. അത് മതി. സെറ്റപ്പ്. ഇതേപോലെയുള്ളൊരു ആംബിയൻസിൽ വന്നിട്ട് ഇതേപോലെ ഒരു ചുക്കനല്ല ചിക്കൻ ചുട്ട് കഴിച്ചില്ല പിന്നെ എന്തിനാ ജീവിക്കുന്നല്ലേ? അതെ. അടിപൊളി ടേസ്റ്റ് കേട്ടാ. ഇവിടെ എനിക്ക് തോന്നുന്നു അട്ട കുറവുണ്ട് അല്ലേ? ഇവിടെ അങ്ങനെ അട്ട കുറവ്. കൊതുകുണ്ടായിരുന്നു നേരത്തെ കൊതുകുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം ഇല്ല. അപ്പം എന്തായാലും ചിക്കൻ ചുട്ട കഴിഞ്ഞു കേട്ടോ. വലിയ കഴിഞ്ഞു. പൊളിച്ച്
ആ നല്ല പണിയെടുത്തോണ്ട് അയൊരു നല്ല വിശപ്പുണ്ട്. സംഭവം വിളിച്ചോ. അപ്പം എന്തായാലും ഇന്നത്തെ ഫുഡിൻ്റെ പരിപാടി സെറ്റ് അല്ലേ? ഫുഡ് താമസം എല്ലാം സെറ്റാക്കി ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി തീ ഒന്നും കൂട്ടിയിട്ടിട്ട് തീ ഒന്ന് കത്തിച്ചിട്ട് വിറകില്ലേ കുറച്ചുകൂടി മേളിൽ? ആ നല്ല വിറകുണ്ട്. എന്തോ ഇത് കുറക്കുന്നുണ്ട് കേട്ടാ. എന്ത് പട്ടിയാ? എന്താ അത്? പട്ടിയല്ലേ? പട്ടിയാ, മറ്റേ ചെന്നായിൻ്റെ സൗണ്ടാണല്ലോ. അത് നേരത്തെ. ഇത് പട്ടിയുടെയാടാ. പട്ടിയല്ല. ആ രണ്ടുണ്ടോ? രണ്ടുണ്ടോ? രണ്ടിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതിനെ കണ്ടിട്ട് പട്ടി കുറയ്ക്കായിരിക്കും, അല്ലെങ്കിൽ പട്ടീനെ കണ്ടിട്ട് ഇത് കുറയ്ക്കായിരിക്കും. എന്നാ പെട്ടെന്ന് ഇത് കഴുകിട്ടേ തീ ഒന്ന് കൂട്ടിയിടാം. അവിടെ എൻ്റെ അവിടെ തീയിടണം. വേണ്ട, ഇതുപോലെ നോക്കട്ടെ, ഞാൻ മണങ്ങി നോക്കിയിട്ട് തീയിടും. എന്നാ ഇത് എഴുന്നേറ്റ് ക്ലീൻ ആക്കട്ടെ. ഓ ഷൂവിനകത്ത് നിറച്ച് വെള്ളമാണ്. ഇതിൻ്റെ ആ സൈഡിൽ പന്നി എന്തോ ഇറങ്ങി വരുന്നൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഒന്നും വരൂലായിരിക്കും. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ പന്നിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചെറിയൊരു ബ്ലോക്ക് മതി, അങ്ങനെ വരൂല എന്നൊക്കെയാണ് പറയണത്. കൊതുകും ഈച്ചയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. നാളെ നമ്മൾ 2-3 ദിവസം ഇവിടെ ഉണ്ട്. നാളെ മീനൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പായിട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി ദിവസമായി വീഡിയോസ് എല്ലാം ചെയ്തിട്ട് ഇനി കണ്ടിന്യൂ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. ഓക്കെ, ഞാനെന്തായാലും ഇവിടെ മായക്കാരൻ കിടന്നുറങ്ങി സെറ്റായി തോന്നുന്നുണ്ട്. പുള്ളി കിടന്നുറങ്ങി. അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാനും കിടക്കട്ടെ കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. രാവിലെ കാണാം കേട്ടോ. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ഉറക്കം വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രി. ഇപ്പോൾ തണുപ്പില്ല കേട്ടോ. ഞാനപ്പോൾ കോട്ട് എടുത്തിട്ടതാണ്. പിന്നെ നമ്മൾ പുതയ്ക്കാനൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. ഞാൻ പിന്നെ നമ്മുടെ വല നോക്കിയതാണ്. വലയിൽ ഒന്നുമില്ല, വലയൊക്കെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ മറ്റേ വല ഇന്ന് റെഡിയാക്കി നമുക്ക് മീൻ പിടിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. നമുക്കിനി കട്ടൻ ചായ ഇടണമെങ്കിൽ നമ്മളെ തീ കത്തിക്കാൻ വേറെ വഴികളില്ല. വഴികളുണ്ട്, പിന്നെ വിറകൊക്കെ എടുത്തിട്ട് വന്നിട്ട് വേണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ സ്ഥിതി? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ പറയായിരുന്നു ചായ കാച്ചണമെന്ന് പറയാ. ചായ കാച്ചി കുടിക്കാന്ന്. ചായ കാച്ചി കുടിക്കണം. പിന്നെ മീൻ നോക്കണ്ടേ, മീനിന്റെ നെറ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്യണ്ടേ അല്ലേ? വല ഒന്നും കാണൂല, അതൊക്കെ സൈഡിലോട്ട് കിടക്കണം. ഒക്കെ വലയും ഒക്കെ കുടുങ്ങിയിട്ട് ഒരു ചെറിയൊരു മീനെങ്കിലും. ഇന്നലെ കിടന്നപ്പോ എന്റെ ചന്തിക്ക് ഒരു കുപ്പിച്ചില് കുത്തിറാ. അതെയാ? ഇവിടെ കീറിയുണ്ടോ പാൻറ് ബുക്ക്? ഇവിടെ ചെറിയൊരു പോറല് പോലാണ്. എന്നാ അതെന്നടാ കുത്തി ഒരു കുപ്പിയുടെ അടിഭാഗല്ലേ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അവിടെ ഇവിടെ ഞാന് ഭയങ്കര ഫോഴ്സിലിരുന്നെങ്കിൽ കേറിയാനെ. ഇവിടെ കുപ്പി എങ്ങനെ വന്നേ? കുപ്പി ആരും കള്ളു കുടിച്ചിട്ട് എറിഞ്ഞ് പൊട്ടിച്ചിടുന്നായിരിക്കും. ഒരു ഗ്ലാസ് കിട്ടിയില്ല എന്നല്ല അവിടുന്ന്. ഈ സ്ഥലവും വിട്ടിട്ടില്ലല്ലേ? കാടുള്ളടത്തൊക്കെ അവരങ്ങനെ ഉണ്ടാവും.
അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പരിപാടി നോക്കിയാലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫിഷിംഗ് ഉണ്ട്, പിന്നെ വല ഇട്ടിട്ടുണ്ട്, അത് പൊക്കി നോക്കണം അല്ലേ. അപ്പോൾ ഇനി എന്തായാലും 2 ദിവസം കൂടി ഇവിടെ നിൽക്കല്ലേ, മീനിനെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല സ്ഥലം കേട്ടോ. ഇവിടെ തന്നെ കുറച്ച് വീഡിയോ ചെയ്താലോ വിചാരിക്കാം. നല്ല അടിപൊളി സ്ഥലമാണ്, വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നലെ രാത്രി പന്നിയൊക്കെ വന്നു, ഞാൻ കണ്ടില്ല. പന്നിയാണോന്ന് അറിയില്ല, അവിടെ നന്നായിട്ട് ഇളകുന്നുണ്ടായി കാട്. എന്നിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ആ വീഡിയോ എന്തായാലും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പടക്കം പൊട്ടിച്ചിട്ടല്ലേ ഓടിയത്? പടക്കം പൊട്ടിച്ച് എനിക്ക് പടക്കം പൊട്ടിക്കാനും തോന്നുന്നില്ല. പന്നി എന്താണ് അറിയില്ലല്ലോ. അവിടെയുള്ള കാടില്ലേ, കാടിങ്ങനെ ഇളകുക. പന്നി തന്നെ ആയിരിക്കും. എന്താ വെച്ചാൽ ഞാൻ ആ ടെന്റ് വെച്ചതിന്റെ താഴെ കൂടെ പന്നിയുടെ റൂട്ട് ഉണ്ട്, പക്ഷെ അതിലൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ റൂട്ടിലേക്ക് വരുമ്പോ എന്നെ കണ്ടിട്ട് സ്റ്റക്ക് ആയിരിക്കും, ചിലപ്പോൾ നമ്മളെ വെളിച്ചം കണ്ടിട്ട് നിന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോ എല്ലാവരും കാണുക. ഇനി ഇതിന്റെ പാർട്ടായിട്ട് നമ്മൾ അടുത്ത് ഇടൂല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. എന്തായാലും ഞാൻ വല പൊക്കട്ടെ പോയിട്ട്. വല ഞാനും വരുന്നു. ചായ ഉണ്ടാക്കണ്ടേ? ഓക്കെ, കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കാം. തീ കത്തിക്കാൻ പാടായിരിക്കും. ഞാൻ സ്റ്റോവ് എടുക്കാം.